അത് ഇപ്പൊ നല്ലപോലെ ഉണ്ട്, നല്ല പെയിൻ ഉണ്ട്. പക്ഷെ ഓസി ആക്ച്വലി ഇപ്പൊ അറിയുന്നില്ല, എപ്പിഡ്യൂറിൽ എടുത്തേക്കുന്നുണ്ട്, അറിയുന്നില്ല. ഇതിങ്ങനെ വരുമ്പോൾ നമ്മൾ വയറ്റിൽ തൊട്ട് നോക്കിയാൽ വയറ് ഭയങ്കര ഹാർഡ്. ഞാൻ തൊട്ടപ്പോൾ സൗണ്ട് വന്ന് ഹാർഡായിട്ടിരിക്കും. ഇപ്പൊ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. Are you excited, Osi? Yeah, I'm excited to see the baby. പക്ഷെ അതിന് മുന്നേ ഉള്ള സംഭവങ്ങളൊന്നും എക്സൈറ്റഡ് അല്ല. ആ ബാക്കിൽ ഇഞ്ചക്ഷൻ കുത്തിയപ്പോ വേദനിച്ചോ? അത് ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. പക്ഷെ ഞാൻ എന്റെ മനസ്സിനോട് പറഞ്ഞു പേടിച്ചിട്ട് കാര്യമില്ല, കാരണം എന്തായാലും ഇത് എടുത്തില്ലെങ്കിൽ എനിക്ക് പെയിൻ കുറയില്ല. അപ്പൊ അച്ഛൻ എനിക്ക് എപ്പോഴും ബാക്കി തടവി തരും. അപ്പൊ അച്ഛനാണ് എന്റെ, കാരണം ഞാൻ തിരിഞ്ഞല്ലേ ഇരിക്കുന്നത്, ഞാൻ ആരെയും കാണുന്നില്ല. അപ്പൊ അച്ഛനാണ് എന്റെ ബാക്കി ഇരിക്കുന്നത്. അച്ഛൻ എന്തോ ഒരു ടൈഗർ ബാം പോലും സാധനം ഇട്ട് എനിക്ക് വേദനയുള്ളൊരു സ്ഥലത്ത് തടവുവാണെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അപ്പൊ അച്ഛനാണെന്ന് വിചാരിച്ചപ്പോ എനിക്ക് കുറച്ച് സമാധാനം കിട്ടി. ഓക്കെ, എന്നെ വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല, അച്ഛനാണെന്ന് വെച്ചപ്പോ പേടി അങ്ങ് പോയി. ഗുഹ്യഭാഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഗുഹ്യം എന്ന് പറഞ്ഞ ഗുഹാസംബന്ധമായതെന്നാണ് അർത്ഥം. അതാണ് ഗുഹ്യം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മറച്ചു പിടിക്കേണ്ടത് അത് നമ്മളെ കക്ഷമുണ്ട്, കക്ഷം. നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്ത് കക്ഷം അങ്ങനെ പൊക്കി നമ്മൾ തലചൊറിഞ്ഞ് കക്ഷം പുറത്ത് കാണിക്കുന്നെങ്കിൽ അവരെ ആൾക്കാരെ എണീറ്റ് പോകും. കൃഷ്ണകുമാറിന്റെ ഒരു വീഡിയോ കണ്ടു. മകളുടെ പ്രസവവും കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം എടുത്തൊരു വീഡിയോ ആണ്. കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ അതില് കൃഷ്ണകുമാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇട്ടപ്പോൾ ആളുകളുടെ പ്രതികരണവും അതേ സംബന്ധിച്ചുണ്ടായ ഒരുപാട് നെഗറ്റീവ് കമന്റുകളും പോസിറ്റീവ് കമന്റുകളും, പലരും പ്രസവം എന്താണെന്ന്, അതായത് പ്രസവിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വേദനയും എന്താണെന്ന് പലരും ഈ ഒരു വീഡിയോയിലൂടെയാണ് കണ്ടത്. അപ്പൊ അതേക്കുറിച്ചൊക്കെ കൃഷ്ണകുമാർ കുറിച്ച് സംസാരിച്ചിരുന്നു. ആ വീഡിയോ ഇന്നലെ കണ്ടു. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം, കാവ്യ വസ്ത്രവും നെറ്റിയിലെ ഭസ്മവും ഒക്കെ ഇട്ട് കഴുത്തിലെ രുദ്രാക്ഷമാലയും ഒക്കെ ഇട്ട് സ്വാമി, കള്ളസ്വാമി, കപടസ്വാമി ഒരു വീഡിയോയിൽ പറയുകയാണ് ദിയയുടെ പ്രസവത്തെ കുറിച്ച്. സ്വാമി എന്തിനീ പ്രസവം കാണാൻ പോയേ? സ്വാമിക്ക് അവിടെ വേറെ നാമനാമം ചോദിച്ചിരുന്നാ പോരായിരുന്നില്ലേ? എന്തിനാണ് സ്വാമി പ്രസവത്തെ വീഡിയോ കണ്ടത്? പ്രസവത്തിന്റെ വീഡിയോ സ്വാമി കാണാൻ പാടില്ലായിരുന്നു. സ്വാമി എന്തിനത് കണ്ടോ? സ്വാമി വിചാരിച്ചോ ഞാൻ സ്വാമിയായിട്ടിരിക്കുകയാണ് കപട വേഷത്തില്, എന്നാലും എനിക്ക് കാണാനുള്ള കുറച്ച് ഇതിനകത്ത് കാണാന്ന് വിചാരിച്ചല്ല സ്വാമി അത് ഓപ്പൺ ചെയ്ത് നോക്കിയത്. എന്നാലോ സ്വാമിക്ക് അതൊന്നും കാണാനും പറ്റിയില്ല. ആ അമർഷം സ്വാമി തീർത്തത് മറ്റൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ക്ലിപ്പ് ഞാൻ ഇടുന്നുണ്ട്. സ്വാമി ആസാമിയാണ് അയാള്, കപടസ്വാമിയാണ്. കപടസ്വാമിക്ക് മാത്രമേ ഇത്തരം റിയാക്ഷനുകൾ പറയാൻ പറ്റുള്ളൂ. നല്ല സ്വാമിമാരാണെങ്കിൽ ഈ വീഡിയോ കാണുകയുമില്ല. കണ്ടവരാരെങ്കിലും സ്വാമീന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികരിക്കാനും വരില്ല, ഉറപ്പാണ്. ഇത് സ്വാമി ഉദ്ദേശിച്ചതൊന്നും കാണാൻ പറ്റിയില്ല. ആ കാണാൻ പറ്റാത്തതിനുള്ള വിഷമമാണ് സ്വാമി അവിടെ കാണിച്ചത്. സ്വാമിക്ക് വല്ലാത്ത അരോചകമായി പോയി ആ വീഡിയോ, ദിയാകൃഷ്ണയുടെ. സ്വാമിയുടെ വീഡിയോയിൽ സ്വാമി പറയുന്നത് കുറച്ച് ഭാഗം ഞാൻ കാണിക്കാം. അനുഭവിച്ചവർക്കറിയാലോ എന്താണ് എന്നുള്ളത്. ചിലർക്ക് ഒരു പ്രസവം കഴിഞ്ഞിട്ടുണ്ടാകും, രണ്ടാമത്തെ സിസേറിയൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രസവ വേദന എന്താണെന്നും സിസേറിയന്റെ ബുദ്ധിമുട്ട് എന്താണെന്നും മനസ്സിലാക്കിയവരായിരിക്കും ചില സ്ത്രീകൾ, അവർക്കറിയാൻ പറ്റും. പിന്നെ ഈ വീഡിയോയിലെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്. വേദനയില്ലാതെ പ്രസവിക്കാൻ എന്നല്ല, അവിടെ വേദന വരും. നമ്മൾ സിസേറിയൻ ചെയ്യുമ്പോൾ നട്ടലിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ മരവിച്ചു നമ്മൾ അവർ കീറി മുറിക്കുന്ന കാര്യങ്ങളും ഒന്നും തന്നെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ മയങ്ങി കിടക്കുന്നു എന്ന് പറയാം. പക്ഷെ നമ്മൾ കണ്ണ് തുറന്ന് കിടക്കുക തന്നെ ആയിരിക്കും. പലരും കണ്ണ് തുറന്ന് തന്നെ കിടക്കുന്നുണ്ടാവും, അറിയുന്നുമുണ്ടാകും. വേദന അറിയില്ല എന്നേ ഉള്ളൂ. വേദന വന്നിട്ടുണ്ട്. വേദന ദിയക്ക് അറിയാൻ തുടങ്ങിയ സമയം മുതൽ എപ്പിഡ്യൂറിയൽ ഇഞ്ചക്ഷൻ ആണ് പേര്. അങ്ങനെ ഒരു ഇഞ്ചക്ഷനെ കുറിച്ച് തന്നെ
ഭൂരിഭാഗം ആളുകളും ഇപ്പോഴായിരിക്കും അറിയുന്നത്. എന്ന് വെച്ചാ ഇഞ്ചക്ഷൻ വെച്ചത് കൊണ്ടും വേദന ഇല്ലാണ്ടായി പോകുന്നൊന്നുമില്ല. ഒരു വേദനയും ഇല്ലാതെ ഒരിക്കലും പ്രസവിക്കാനൊന്നും പറ്റില്ല. കാഠിന്യം കുറയുമെന്ന് മാത്രം. അത്രയും കാഠിന്യമുള്ള വേദനയാണ്. പലരും പഴയ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രസവ വേദനയും മരണവേദനയും ഒരുപോലെയാണെന്ന്. പ്രസവിച്ചവർക്കറിയാൻ പറ്റുമല്ലോ പ്രസവ വേദന. മരണവേദന അറിയാൻ മരിച്ചവരാരും ഇവിടെ വന്ന് പറയില്ല. പഴമക്കാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മരണവേദന ചോദിച്ച് പൊങ്കാലയായിട്ട് വരരുത് ദയവ് ചെയ്ത്. പ്രസവവേദന ഇപ്പൊ ദിയയുടെ പ്രസവത്തിലൂടെ, പേളിമാണിയുടെ പ്രസവത്തിലൂടെ ദിയയുടെ അതേ മുഖഭാവം തന്നെ ആയിരുന്നു പേളിമാണിയുടെയും. വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, അവരും വീഡിയോ ഇട്ടിട്ടുണ്ട്. അതല്ലാതെയും പലരും എടുത്തിടുന്നുണ്ട്. ഈ വീഡിയോ ഇടുന്ന സമയത്തെ എല്ലാവരുടെയും വിചാരം ദിയയുടെ പ്രസവം ലൈവ് ഇട്ടു എന്ന് പറയുന്നില്ല. ഇത് ലേബർ റൂം മുഴുവനും നിങ്ങളെല്ലാരെയും കാണികളെ കാണിച്ചാണോ ആ വീഡിയോ എടുക്കാൻ അനുവാദം കൊടുക്കുന്നാണോ വിചാരിച്ചേ? സ്വാമി കള്ളസ്വാമി വിചാരിച്ച് കാണും, ആ ഡെലിവറി വീഡിയോ എന്നാ പിന്നെ ഞാനൊന്ന് കണ്ട ആസ്വദിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും ആളത് ഓപ്പൺ ചെയ്ത് നോക്കിയത്. ആള് ഓപ്പൺ ചെയ്തപ്പോഴല്ലേ അറിയുന്നത്. ഇത് ഓപ്പൺ ചെയ്തപ്പോ സ്വാമി വിചാരിച്ചതൊന്നും കാണാനില്ല. ആകെ ദിയ കരയുന്നതും അവളെ ആശ്വസിപ്പിക്കുന്നു, അശ്വിനും അമ്മയും ഒക്കെ ആശ്വസിപ്പിക്കുന്നത് മാത്രമാണ് കാണാൻ സാധിച്ചത്. അപ്പോഴേ സ്വാമിക്ക് അങ്ങ് ദേഷ്യം വന്നപ്പോ സ്വാമിക്ക് വായിൽ എന്തൊക്കെ തോന്നിയോ അതൊക്കെ സ്വാമി അങ്ങ് വിളിച്ച് പറഞ്ഞു. എന്ത് സ്വാമി, കപട സ്വാമി, അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാ? നേർവഴിക്കുള്ള ഒരു സ്വാമി ആരും തന്നെ ഈ വീഡിയോ നോക്കൂല. നോക്കിയാൽ തന്നെയും പ്രതികരിക്കില്ല. ഇതുപോലുള്ള വർത്തമാനം പറയില്ല ഒരു സ്വാമിമാര്. അതൊക്കെ ദിയകൃഷ്ണയുടെയും കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിലുള്ള സ്വകാര്യതകളാണ്. പ്രതികരിച്ച് ചാടി വീഴേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇലക്ഷൻ എടുത്തതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ദിയയോട് ചോദിക്കുന്നതും ദിയ കൊടുക്കുന്ന മറുപടിയും സ്വാമിയുടെ ആ വീഡിയോയും കുറച്ച് ഭാഗം ഞാൻ ഇടാം കേട്ടോ.